നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുണ്ടക്കയത്ത് സബ് ട്രഷറിക്ക് പുതിയ മന്ദിരം പണിയുന്നു. തറക്കല്ലിട്ടു. ട്രഷറികളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ വർഗീയത വളർത്താൻ BJPയുടെ പാർട്ണറായി CPM മാറിയെന്ന് ഷാനിമോൾ ഉസ്മാൻ. കോട്ടയത്ത് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ DCCയുടെ കളക്ടറേറ്റ് മാർച്ച്. പുതുപ്പള്ളി പള്ളിയിൽ വിറകിടിയിൽ ഘോഷയാത്ര. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നുള്ളവർ വിറകുമായി എത്തി. വിശ്വാസം നിറവിൽ പുതുപ്പള്ളി. സ്വർണ്ണവില പിന്നെയും കുതിപ്പ് തുടരുന്നു. ഇന്ന് കൂടിയത് പവന് 2000 രൂപ. ഒരാഴ്ചയ്ക്ക് ശേഷം 72,000 കടന്ന് സ്വർണ്ണവില. വാർത്തകൾ വിശദമായി. ട്രഷറികളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മുണ്ടക്കയത്ത് പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. മുണ്ടക്കയം സബ് ട്രഷറിക്ക് വേണ്ടി പുതിയ കെട്ടിടം പണിയുന്നു. ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിക്കുന്ന സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ നിർവഹിച്ചു. ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമായാണ് സംസ്ഥാനത്ത് പുതിയ ട്രഷറികൾ നിർമ്മിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ദീർഘകാലം സേവനമനുഷ്ഠിച്ചവർക്ക് ഒരുമിച്ച് ഒത്തുകൂടാനുള്ള സ്ഥലം എന്ന പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ട്രഷറികളിൽ സൗകര്യമൊരുക്കുന്നത്. കുടിവെള്ളം, മിനികൾ തുടങ്ങിയവ എല്ലായിടത്തും ഒരുക്കുന്നത് അതിനാണ്. 25ഓളം പുതിയ ട്രഷറി ഓഫീസുകൾ അടുത്ത ഘട്ടത്തിൽ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അർഹതപ്പെട്ട പണം പോലും തരാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കിടയിലും വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു കോട്ടവും വരുത്താതെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. നമുക്ക് തരേണ്ട പണത്തിൽ ഞാൻ പറഞ്ഞു ഗ്രാന്റ് മാത്രം 33,000 കോടിയിൽ നിന്ന് 7,000 കോടിയായി 6,000 കോടിയായി കുറച്ചു. മറ്റു കാര്യങ്ങൾ തരുന്നില്ല. 50,000 കോടിയെങ്കിലും ഒരു വർഷം കുറഞ്ഞു. അവിടെയാണ് ഈ സർക്കാർ അത്ഭുതകരമായി ജനങ്ങളുടെ സഹകരണത്തോടു കൂടി പിടിച്ചു നിൽക്കുന്നത്. ചെറിയ തരത്തിലല്ല. ലോകത്തെ ഏറ്റവും വലിയ 10 തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അത് രാജ്യത്തിന് സമർപ്പിച്ചു. നമ്മുടെ മര്യാദയും വിശാല മനസ്കതയും കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കണം അത് രാഷ്ട്രത്തിന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചു. സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയല്ലാതെ ഒരണ പൈസ ചെലവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കാത്ത പദ്ധതിയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഴിഞ്ഞം പദ്ധതി. ഈ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നടപ്പിലാക്കി. മുണ്ടക്കയത്തെ സബ് ട്രഷറിയുടെ നിർമ്മാണം 9 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PR അനുപമ, അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേരളത്തിൽ വർഗീയത വളർത്താൻ BJPയുടെ പാർട്ണറായി CPM മാറിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കോട്ടയം കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ. പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. നഗരം ചുറ്റി നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, ഈ ജില്ലയിലെ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സഹപ്രവർത്തകരും അണിനിരക്കുന്ന കളക്ടറേറ്റ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മലയാള മനോരമ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർഗീയത വളർത്തുന്ന പാർട്ടിയായി CPM മാറിയെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സ്ത്രീകളെയും തൊഴിലാളികളെയും ആക്ഷേപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾക്കൊപ്പം നിന്ന് CPM ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ അമ്മമാരെ, വൃദ്ധരായിട്ടുള്ള അമ്മമാരെ അടക്കം ഇന്ന് ലഹരിയുടെ പേരിലും മറ്റും ആക്രമിക്കുന്നു. കൊള്ളയും കൊലപാതകവും ഒക്കെ നിത്യസംഭവങ്ങളായി ഈ കേരളത്തിൽ മാറിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കാണാതാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായി മാറിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടത്തുന്നില്ല. എന്നിട്ട് പറയുന്നത് സർക്കാർ LDF വരും എല്ലാം ശരിയാക്കും. അവർ പറയുന്നത് എന്താ? സർക്കാർ ഒപ്പമുണ്ട്. പാവപ്പെട്ടവർക്കൊപ്പം ഈ സർക്കാരില്ല, സാധാരണക്കാർക്കൊപ്പം ഈ സർക്കാരില്ല, സ്ത്രീകൾക്കൊപ്പം ഈ സർക്കാരില്ല, വിദ്യാർത്ഥികൾക്കൊപ്പം ഈ സർക്കാരില്ല, തൊഴിലാളികൾക്കൊപ്പം ഈ സർക്കാരില്ല. ഈ സർക്കാരുള്ളത് കൊള്ളയടിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട്. ചാണ്ടി ഉമ്മൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം സ്ഥാപിച്ചപ്പോൾ പിണറായി വിജയൻ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചെന്ന് MLA പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ പെറ്റമ്മ UDF ആണെന്നും പോറ്റമ്മയാണ് LDF എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം സ്ഥാപിച്ചു, പിണറായി വിജയൻ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നു. വിഴിഞ്ഞം സ്ഥാപിച്ചപ്പോൾ ഇപ്പൊ ക്രെഡിറ്റ് എടുക്കാനുള്ള നേട്ടത്തില്ല. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ക്രെഡിറ്റ് എടുത്തോ, ഫുൾ ക്രെഡിറ്റ് പിണറായി വിജയനെ കൂട്ടർക്കുക. ഒരു സംശയം വേണ്ട. കൊച്ചിനെ കൊന്നില്ലല്ലോ.
ഇപ്പൊ പറയുന്നത് പിതൃത്വം, ഞാൻ പറയുന്നത് മാതൃത്വമാണ്. പോറ്റമ്മയുണ്ട്, പെറ്റമ്മയുണ്ട്. പെറ്റമ്മ UDF സർക്കാരാണെങ്കിൽ പോറ്റമ്മ ആ സ്ഥാനം ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പോറ്റമ്മ LDF. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജോഷി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന്റെ പ്രധാന ചടങ്ങാണ് വിറകിടിയിൽ ഘോഷയാത്ര. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നും നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നാളെയാണ് വെച്ചൂട്ട് നേർച്ച സദ്യ. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷങ്ങൾ നാളെ സമാപിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് വിറകിടിയിൽ ഘോഷയാത്ര നടന്നു. ജാതിമത ഭേദമന്യേ ഒരേ മനസ്സോടെ വിശ്വാസികൾ വിറകിടിയിൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നും പ്രത്യേക സംഘമായാണ് വിറക് കൊണ്ടുവരുന്നത്. വിശുദ്ധന്റെ സ്തുതിഗീതങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും വള്ളപ്പാട്ടുകളുടെയും അകമ്പടിയിലാണ് വിറകിടിയിൽ ഘോഷയാത്ര നടന്നത്. നാളെ പെരുന്നാൾ സദ്യയായ അരിയും ഇറച്ചിയും പാകം ചെയ്യുന്നതിനാവശ്യമായ വിറക് ശേഖരിക്കുന്നതാണ് വിറകിടിയിൽ ചടങ്ങ്. പുതുപ്പള്ളി പുണ്യാളച്ചൻ്റെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൻ്റെ തലേദിവസം ഒരു വിറക് നേർച്ചയാണ്. എല്ലാ നാടൊട്ടക്കം വരുന്ന ജനങ്ങൾ വിറകുമായിട്ട് ഇവിടെ വന്ന് ഒരു നേർച്ചയാണ്. ഇന്ന് വൈകിട്ടാണ് റാസ കഴിഞ്ഞ് നാളെ ആയിരങ്ങളാണ് പ്രാർത്ഥനാ ഗീതങ്ങൾ ഉരുവിട്ട് വിറകിടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊന്നിൻ കുരിശ് മദ്ബഹയിൽ പ്രതിഷ്ഠിച്ചു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചൈതന്യം ആവാഹിച്ചിട്ടുള്ള പൊന്നിൻ കുരിശ് വണങ്ങാൻ നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ എത്തുന്നത്. ജനസാഗരത്തിന്റെ ഹൃദയത്തിൽ ഭക്തിയുടെ വിരുന്നൊരുക്കി പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻ കുരിശ് സ്ഥാപിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ദിനങ്ങളിലെ പ്രധാന ചടങ്ങാണ് പൊന്നിൻ കുരിശ് പ്രതിഷ്ഠിക്കൽ. രാവിലെ 11-നാണ് പൊന്നിൻ കുരിശ് പ്രതിഷ്ഠിച്ചത്. 401 പവൻ തൂക്കം വരുന്ന പൊന്നിൻ കുരിശ് വർഷത്തിൽ ഒരിക്കൽ പെരുന്നാൾ ദിനങ്ങളിൽ ആണ് പുറത്തെടുക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന പൊന്നിൻ കുരിശ് വണങ്ങാൻ 10,000-ങ്ങളാണ് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തുന്നത്. പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസത്തിനും പൊന്നിൻ കുരിശ് ദർശനത്തിലൂടെ സാധിക്കും എന്ന് വിശ്വാസികൾ കരുതുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് പൊന്നിൻ കുരിശ് വണങ്ങുന്നതിനായി പുതുപ്പള്ളി പള്ളിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഇന്ന് പവന് 2000 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 72,000 രൂപ കടന്നു. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 72,200 രൂപയാണ്. 1 ഗ്രാമിന് 9,025 രൂപ. ഈ മാസത്തിൽ ആദ്യമായാണ് ഇന്നലെ സ്വർണ്ണവില ഉയർന്നത്. NS ഹരിചന്ദ്രൻ അനുസ്മരണവും ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷ വിതരണവും നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സോഷ്യൽ വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ NS ഹരിചന്ദ്രൻ അനുസ്മരണവും ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണ വിതരണവും നടത്തി. ജില്ലാ സോഷ്യൽ വെൽഫെയർ ഫോറം ചെയർമാൻ അനീഷ് പരമ്പിനകം അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹരിചന്ദ്രനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള നിറഞ്ഞ നല്ല കാര്യങ്ങളുടെ മുഖമായിരുന്നു ഹരിചന്ദ്രൻ. ഹരിചന്ദ്രന് ഒത്തിരി പട്ടിണി കിടന്നു. പക്ഷേ ഹരിചന്ദ്രൻ ഒത്തിരി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. ഹരിചന്ദ്രൻ്റെ അനുസ്മരണത്തിൻ്റെ ദിനത്തിൽ കൊടുക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹരിചന്ദ്രനെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് തുടക്കം കുറിക്കണമെന്ന്. നഗരസഭാ അധ്യക്ഷ ബെൻസി സെബാസ്റ്റ്യൻ, കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ, NCP നേതാവ് PK ആനന്ദക്കുട്ടൻ, സിറിൽ സഞ്ജു, സിസി ബോബി തുടങ്ങിയവർ പങ്കെടുത്തു. നൂറുകണക്കിന് രോഗികൾക്കാണ് ഉച്ചഭക്ഷണം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദിവ്യക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ 6 അടി പൊക്കമുള്ള കരിങ്കൽ തൂണും അതിന് മുകളിലായി കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആൾരൂപവുമുണ്ട്. കഴുവേറ്റിക്കല്ല് എന്നാണ് കരിങ്കല്ലിൽ കൊത്തിയ ഈ പ്രതിമ അറിയപ്പെടുന്നത്.
ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യദേശങ്ങളിൽപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അത്ഭുത നാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. കൂടാതെ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 4ാമത്തേതായ നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിലുണ്ട്. പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ധാരാളം കൊത്തുപണികളും അതിസൂക്ഷ്മമായി കൂട്ടിവിളക്കിയ കല്ലുകളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് കഴുവേറ്റിക്കല്ല് എന്നറിയപ്പെടുന്ന കരിങ്കല്ലിൽ തീർത്ത പ്രതിമ. കിഴക്കേ നടക്കും ക്ഷേത്രക്കുളത്തിനും മധ്യേ 6 അടി പൊക്കമുള്ള ഒരു കരിങ്കൽ തൂണും അതിന് മുകളിലായി പൂണൂൽധാരിയായ ഒരാൾ ഇടതുകൈയിൽ ഒരു ശംഖുമായി കിടക്കുന്ന കൃഷ്ണശിലയിൽ തീർത്ത രൂപമാണിത്. പണ്ട് അമ്പലപ്പുഴ രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവ് വൈകിട്ട് ശീവേലി കഴിഞ്ഞ് അമ്പലമടച്ച സമയം വരികയും ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അനുവദിക്കാതിരുന്നപ്പോൾ മാരാരെ കൊണ്ട് ശംഖ് ഊതിച്ച് ബലമായി ക്ഷേത്രം തുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ രാജാവ് മരിച്ചു വീഴുകയും ചെയ്തു. ആ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് ഏവരെയും അറിയിക്കാൻ കഴുവേറ്റിക്കല്ല് എന്ന കരിങ്കൽ പ്രതിമ സ്ഥാപിച്ചതെന്ന് ഐതിഹ്യമാലയിൽ പറയുന്നു. ക്ഷേത്രത്തിന് സമീപത്തായി വൈഷ്ണവ ഗോശാലയുമുണ്ട്. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായുള്ള പാലും നെയ്യുമെല്ലാം ഗോശാലയിലെ പശുക്കളിൽ നിന്നാണ്. കൂടാതെ 3 ഏക്കറോളം വരുന്ന സ്ഥലമുള്ള വിശാലമായ ക്ഷേത്രകുളവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ മരണപ്പെടുമ്പോൾ ത്രിതല പഞ്ചായത്തുകളാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈയൊഴിയുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. തെരുവുനായ നിർമ്മാർജ്ജനം മാത്രമാണ് ഏക പോംവഴിയെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ പേവിഷബാധയേറ്റ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും മുതിർന്നവരും അല്ലെങ്കിൽ കിരാതമായി മരണപ്പെടുമ്പോൾ, ദാരുണമായി മരണപ്പെടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്തം, സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ത്രിതല പഞ്ചായത്തുകൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സർക്കാർ അനുവദിക്കുന്ന കോടികൾ എന്ന് പറഞ്ഞാൽ പേവിഷബാധ അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനും അതുപോലെ വന്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി അനുവദിക്കുന്ന കോടികൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ടുപിടിക്കുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ തെരുവുനായ നിർമ്മാർജ്ജനത്തിനുള്ള നടപടിയും ഇവിടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല, ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാർ ഇടപെടണം. അറിയിപ്പ്: ജില്ലാ സൈനിക ഓഫീസിൽ നിന്നും പാമ്പാടി അസാപ് മുഖേന നടത്തുന്ന പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനിംഗ് കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിമുക്ത ഭടന്മാർ, വിധവകൾ, ആശ്രിതർ എന്നിവർ കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി മെയ് മാസം 8-നകം ബന്ധപ്പെടണം. വിവരങ്ങൾക്ക് ഫോൺ 048123711187. കാഞ്ഞിരപ്പള്ളി അയ്യച്ചാടി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ വിവിധ ബിരുദ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂണിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത ഡിപ്ലോമ കോഴ്സുകളായ PGDCA, DCA, ഡേറ്റ എൻട്രി, ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ലൈബ്രറി സയൻസ് എന്നീ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ നടത്താം. ഫോൺ 8547005075. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടക്കയത്ത് സബ് ട്രഷറിക്ക് പുതിയ മന്ദിരം പണിയുന്നു. തറക്കല്ലിട്ടു. ട്രഷറികളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ വർഗീയത വളർത്താൻ BJPയുടെ പാർട്ണറായി CPM മാറിയെന്ന് ഷാനിമോൾ ഉസ്മാൻ. കോട്ടയത്ത് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ DCCയുടെ കളക്ടറേറ്റ് മാർച്ച്. പുതുപ്പള്ളി പള്ളിയിൽ വിറകിടിയിൽ ഘോഷയാത്ര. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നുള്ളവർ വിറകുമായി എത്തി. വിശ്വാസം നിറവിൽ പുതുപ്പള്ളി. സ്വർണ്ണവില പിന്നെയും കുതിപ്പ് തുടരുന്നു. ഇന്ന് കൂടിയത് പവന് 2000 രൂപ. ഒരാഴ്ചയ്ക്ക് ശേഷം 72,000 കടന്ന് സ്വർണ്ണവില. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.